രക്ഷപ്പെടാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യം ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാക്യം വായിച്ചപ്പോൾ ഞാൻ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹമായ പ്രയത്നമുണ്ട്. സ്നാനപ്പെട്ടവർ ദൈവരെല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ് നാം വായിച്ചത്. 2-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യരോട് പറയുന്ന വാക്കുണ്ട്. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ കർത്താവ് പറയും, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവിന്റെ സ്വർഗ്ഗാരോഹണം കാണും. അപ്പോൾ അവിടെ അവര് നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാരുടെ അടുക്ക നിന്നുകൊണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത് എന്ന് ചോദിക്കുന്നു. നിങ്ങളെന്താ സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകാനായി നിങ്ങൾ കണ്ടതുപോലെ അവിടുത്തെ വീണ്ടും കാണും എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ തിരിച്ചു വരികയും അവർ കാത്തിരിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരെ ഒപ്പം യേശുവിൻ്റെ അമ്മ, സഹോദരങ്ങൾ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു ടീം അവിടെ കാണും. അങ്ങനെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു വലിയൊരു ആത്മീയ അനുഭവം, അഗ്നിജ്വാല പോലെ പിറന്ന നാവുകൾ അവിടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. അങ്ങനെ ജനങ്ങളെല്ലാം കൂടിക്കൂടുന്നു. അപ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. യോവേൽ പ്രവാചകൻ പറയുന്ന പുസ്തകത്തിലെ വാക്യങ്ങളെ ഉദ്ധരിച്ചതുകൊണ്ട്, ആദ്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതായത് യോവേൽ 2 കാണുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് താൻ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. When they heard this, they were cut to the heart. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന് കാണുകയാണ്. സത്യത്തിൽ ദൈവജന പ്രഘോഷണം എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ടത് മാറ്റങ്ങളാണ്. കുത്തുകൾ ഉണ്ടാകണം. കുത്തെന്ന് പറയുന്നത് കുത്താൻ വേണ്ടിയല്ല. പക്ഷെ ദൈവജനം കേൾക്കുമ്പോൾ അത് പ്രാണനെയും ആത്മാവിനെയും അസ്ഥി മജ്ജകളെ വരെ തുളച്ചില്ലെന്നാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ, ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുക, ദൈവജന പ്രഘോഷണം പലപ്പോഴും നമ്മൾ മനഃപൂർവ്വമായിട്ടൊരു മോട്ടിവേഷനൊക്കെ ആക്കിയിട്ട് മാറും. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ തിരുവചനം മോട്ടിവേഷൻ തന്നെയല്ല. തിരുവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? കുത്തുകൊള്ളണം, അല്ലേ? കുത്തുകൊണ്ടാൽ കുത്ത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, അടുത്ത സഭയിലോട്ട് എങ്ങനെ പോകാം, പാസ്റ്ററെ എങ്ങനെ മാറ്റാം എന്നാണ് ചോദിച്ചത്. അല്ല, നമ്മൾ സാധാരണ കുത്തുകൊണ്ടാൽ പറയും, ഇത്രയും പേരും ഇയാളെ പൊക്കണമെന്ന് പറയും. വേണ്ടേ, ഇയാളെ മാറ്റിയിട്ടേ ഉള്ളൂ കുത്തി പ്രസംഗിച്ചു. പക്ഷെ അവൻ കുത്തുകൊണ്ടപ്പോൾ തീരുമാനിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവജന പ്രഘോഷണങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൾ ഉണ്ടാകണ്ടേ? വേണ്ടേ? കുത്തുണ്ടാകണം, നോവുണ്ടാകണം, നൊമ്പരമുണ്ടാകണം, മാറ്റങ്ങളുണ്ടാകണം. അതാണ് ദൈവജന പ്രഘോഷണം. അതാണ് ദൈവജനത്തിൻ്റെ ശക്തി. അതുണ്ടായില്ലെങ്കിൽ അത് വചന പ്രഘോഷണമാണോ എന്ന് ഒന്ന് സംശയിക്കണം. അപ്പോൾ മാറ്റങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിന് ഇടയാകുന്നതാണ് ദൈവജന പ്രഘോഷണങ്ങൾ. അപ്പോൾ അവരെ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് പത്രോസ് അവരോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. 2, നിങ്ങൾ സ്നാനപ്പെടണം. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നമ്മൾ അവിടെ കാണുകയാണ് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അവിടെ കാണുന്നുണ്ട്. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം
പ്രായവും പക്വതയുമുള്ള അറിവുള്ള ദൈവദാസന്മാരിവിടെ ഉണ്ട്. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങളൊക്കെ അവിടെ കാണുകയാണ്. അത് മക്കൾക്കൊക്കെ അറിയാം എന്ന് ഞാൻ കരുതുകയാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉപദേശം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. രണ്ടാമത്തേത് സ്നാനമേൽക്കണം. പറഞ്ഞു. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാലാമത്തേത് അത് പറഞ്ഞു. നിങ്ങൾ പറ, വിശ്വാസികൾ പറ. നാലാമത്തേത്, എൻ്റെ മക്കളെ, എനിക്ക് ഈ കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയണം തോന്നി. ഈ ആ മക്കളോടൊക്കെ നിങ്ങളൊന്ന് പാട്ട് പാടുമ്പോഴും കൈ അടിക്കുമ്പോഴും നിങ്ങൾ കൈ അടിച്ചിട്ടേലും കുഴപ്പമില്ലാണ്ട് അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. ഈ അമ്മച്ചി കൈ അടിക്കുന്ന പോലെ കൈ അടിക്കണം. അമ്മച്ചി പാട്ട് പാടുന്ന പോലെ പാട്ട് പാടും. അത് കണ്ടപ്പം ചിരി വന്നില്ലേ? അപ്പം അമ്മച്ചി അറിയുന്നില്ല. അമ്മച്ചി എല്ലാവരും നോക്കി ചിരിക്കുകയായിരുന്നു. അമ്മച്ചി സന്തോഷം കൊണ്ട് എനിക്കൊന്ന് ചിരി വന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറാരും പാടുവാണെങ്കിൽ അങ്ങനെയൊക്കെ പാടാം വേണ്ടേ? അത്രയും ഒരു എനർജിയൊക്കെ വേണം. അമ്മച്ചിക്കാട്ടി എന്തെങ്കിലും സ്വന്തം ചെയ്യുക. ഫ്രണ്ടിലുള്ള ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അമ്മച്ചിമാരുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ്, നമുക്കൊരു ആവേശമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒന്ന്, എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. രണ്ട് ഉറക്കപ്പെട സ്നാനപ്പെടണം. മൂന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എഴുതിക്കോ. 4 മക്കളുടെയുള്ള തലമുറയിൽ രക്ഷിക്കപ്പെടണം. വേർപാട് ആചരിക്കണം. 5 അപ്പൊ നമ്മൾ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കണം. 6 അപ്പം തുറക്കണം. 7 പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ്. 1 2 3 4 5 കൂട്ടായ്മ. 6 അപ്പം തുറക്കണം. 7 പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. 1 2 3 4 5 6 7 പ്രാർത്ഥിക്കണം. ഞാൻ വളരെ വിനയത്തോട് പറയുകയാണ്. എനിക്കെല്ലാം അറിയാവുന്ന ആളൊന്നുമല്ല. എന്നാൽ പോലും ഞങ്ങളുടെ കുറേ കൂട്ടത്തിലുള്ള ഉപദേശന്മാരെല്ലാം ഇരുന്ന സദസ്സിൽ ഈ കാര്യം ചോദിച്ചപ്പോൾ MDH കഴിഞ്ഞപ്പോൾ മക്കൾ പോലും ഇത് പറഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. വളരെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളവർ പോലും അടിസ്ഥാന വേദോപദേശങ്ങൾ പറഞ്ഞപ്പോൾ തെറ്റിക്കുന്ന കണ്ടപ്പോൾ സത്യത്തിലൊരു മനപ്രയാസം തോന്നി. അന്നൊരു ആഗ്രഹം തോന്നി, അടിസ്ഥാന വേദോപദേശങ്ങൾ പ്രസംഗിക്കണം. അപ്പോൾ ഒന്നാമത്തേത് രക്ഷിക്കപ്പെടണം. അങ്ങനെയല്ലേ? നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ എൻ്റെ കൊച്ചിലെ കേട്ട ഒരു വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു പ്രസംഗമുണ്ട്. അത് പക്ഷേ ജെയിംസ് ജോർജിൻ്റെ അതിൽ നിങ്ങളത് കേട്ടാണ്. എന്താണ് മാനസാന്തരം, എന്തല്ല മാനസാന്തരം? ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം പറഞ്ഞത് എന്തല്ല മാനസാന്തരം പറഞ്ഞൊരു ഉദാഹരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 20 സിഗരറ്റ് വലിക്കുന്ന ആൾ ഇപ്പം രാവിലെ ഒരെണ്ണമേ വലിക്കത്തുള്ളൂ. മാറ്റം ഉണ്ടായി. 20-ൽ നിന്ന് അച്ഛനത് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കത് ഓർമ്മയുണ്ട്. 20-ൽ നിന്ന് 19 ആക്കി. 1 ഉള്ളൂ. അത് മാനസാന്തരമാണോ മാറ്റമാണോ? അത് മാനസാന്തരമാണോ മാറ്റമാണോ? മാറ്റമാണ്. മാനസാന്തരപ്പെടുന്നവരെല്ലാവരും ഇപ്പം പല പഴയ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP പോയി. മാനസാന്തര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വലതുപക്ഷ ഹിന്ദുത്വ ആശയങ്ങളോട് ചേർന്നു. അപ്പോൾ മാനസാന്തരമാണോ ചോദിച്ചാൽ മാറ്റമാണ്. അപ്പോൾ മാറ്റമാണോ മാനസാന്തരം? അല്ല. എത്രയോ പേര് ഇപ്പോൾ ബീഫ് ഉപേക്ഷിച്ചു, വെജിറ്റേറിയൻ ആക്കി. മാനസാന്തരമാണ്, മാറ്റമാണ്. അപ്പോൾ മാറ്റം അല്ല എന്ത്? മാനസാന്തരം. മാനസാന്തരം എന്തല്ല എന്താണ് എന്ന് വളരെ കൃത്യമായി പ്രസംഗിച്ച ഒരു ദേവദാസനാണ് നിങ്ങളുടെ സന്തന്റെ ശുശ്രൂഷായിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ചർച്ചയിൽ പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്താണ് മാനസാന്തരം, എന്തല്ല മാനസാന്തരം? അതിൻ്റെ ചുവട് പിടിച്ച് ആ ഓർമ്മയിലുള്ള ഉദാഹരണമൊക്കെ എടുത്ത് ഞാനും പലയിടത്തും പ്രസംഗിക്കാറുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. ഫുട് നോട്ട് പറയാറില്ല, അതിന് ക്ഷമയും. അപ്പോൾ ഇവിടെയും അത് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. അപ്പോൾ എന്താണ് രക്ഷിക്കപ്പെടുക, എന്താണ് മാനസാന്തരപ്പെടുക, എന്തുകൊണ്ടാണ് അത് ആവശ്യം? അതാണ് ഒന്ന് ഒന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. 1 എന്ത് ചെയ്യണം? 2 3 4 5 6 7 ഇനി ഒരിക്കലും മറക്കരുത് കേട്ടല്ലോ. ഇനിയും ഒരു 3-4 പ്രാവശ്യം കൂടെ വീട്ടിൽ പോയി പറഞ്ഞാൽ ഏതൊർക്കത്തിൽ ചോദിച്ചാലും പറയാൻ കഴിയും. അപ്പോൾ രക്ഷിക്കപ്പെടണം. എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? മനുഷ്യരെ സംബന്ധിച്ച് നാം കാണുന്നു, ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നത് തൻ്റെ സ്വന്തം സ്വരൂപത്തിനും സാദൃശ്യത്തിലുമാണ്. ദൈവം
ഉന്നതമായ ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ എന്ന് പറയും. ഏറ്റവും മുടിവിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കാണുന്നു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെടും. മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞു. എന്നിട്ട് അവൻ്റെ മൂക്കില് ജീവശ്വാസം മതി. മൂക്കിൽ ജീവശ്വാസം ഊതണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒരാളുടെ മൂക്കിൽ നമുക്ക് ജീവശ്വാസം ഊതണമെങ്കിൽ ആ ഊതുന്ന ആളുടെ മുഖം, CPR ഒക്കെ കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് അടിയന്തര ഈ വൈദ്യസഹായം കൊടുക്കുമ്പോൾ മൂക്കിൽ ഊതണമെങ്കിൽ ഊതുന്ന ആളുടെ മൂക്കും ഊതപ്പെടുന്ന ആളുടെ മുഖം കൂടെ ഒത്തുവരണ്ടേ, എന്നാലേ അവൻ്റെ മൂക്കിൽ എന്ത് ഊതാനൊക്കത്തുള്ളൂ? ജീവശ്വാസം. ചുരുക്കം പറഞ്ഞ തമ്പുരാൻ്റെ ഉമ്മ കിട്ടി ആർക്ക്? ആ മണ്ണിന്. തമ്പുരാൻ്റെ ചുംബനം കിട്ടിയവൻ ആരോ, അതാണ് മനുഷ്യൻ. ദൈവം ആ മനുഷ്യനെ ചുംബിച്ചു. ചുടുനിശ്വാസം അവൻ്റെ ദേഹത്ത് പതിഞ്ഞപ്പോൾ അവൻ ജീവനുള്ള ആരായി മാറി, ദേഹിയായി. ഇപ്പോൾ മനുഷ്യന് ദേഹമുണ്ട്, ആ ദൈവാംശമായ ആത്മാവുണ്ട്, ദേഹി മണ്ഡലമുണ്ട്. മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു കഴിവ്, ബന്ധങ്ങൾക്കുള്ളൊരു കഴിവുണ്ട്. 2, മനുഷ്യനും മൃഗം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താ? മനുഷ്യനും മൃഗം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, മനുഷ്യനെ ചിരിക്കാനൊക്കെ തോന്നും. മൃഗം ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട്ടിലെ നായയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതങ്ങ് ചിരിച്ചാൽ നിങ്ങൾ പേടിച്ചു പോകത്തില്ലേ? അപ്പോൾ രാവിലെ പശുവിനെ കറക്കാൻ ചെല്ലുമ്പോൾ പശു ചിരിച്ച് കാണിച്ച് എന്തോ ചെയ്യും. അപ്പം മനുഷ്യർക്ക് മാത്രമേ എന്ത് ചെയ്യാനുള്ള കഴിവുള്ളൂ? ചിരിക്കാനുള്ളത്. അതുകൊണ്ട് എപ്പോഴും ചിരിക്കണം, നല്ല ചിരിക്കണം കേട്ടോ. മുഖത്തൊരു ചിരി എപ്പോഴും വേണം. ഞാൻ എല്ലാവരും പ്രസംഗിക്കാൻ നേരത്തെ പറയാറുണ്ട്, ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഈ ഷർട്ടൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ട് തേച്ചൊക്കെ നിൽക്കുമ്പോൾ വലിയ പുള്ളിയാണെന്ന് തോന്നരുത്. ഇതിൻ്റെ പച്ചയേ ഉള്ളൂ നമുക്ക്. എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് പിണങ്ങി നോക്കിയാൽ എനിക്കൊന്ന് സങ്കടം തരും. എനിക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്നെ ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ കുറച്ചു നേരം മാറ്റി വെക്കുക, എന്നെ നോക്കി ചിരിക്കുക. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം ചിരിച്ചും പറഞ്ഞും മിണ്ടിയും പറഞ്ഞും ഒക്കെ ജീവിക്കാൻ ഒക്കുന്നത് ഇപ്പോഴല്ലേ ഒക്കത്തുള്ളൂ, അല്ലേ ഉള്ളൂ. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ മിണ്ടാനൊക്കുമോ? ചാകാൻ ചെന്നപ്പം ചമ നമ്മളോട് സംസാരിച്ച എന്തോ ഈ ചവ നമ്മളോട് സംസാരിച്ച എന്തോ ഈ ഞങ്ങളുടെ ഒരു നാട്ടിൽ നടന്ന സംഭവം. എൻ്റെ കൂടെ നടന്ന ഒരു സഹോദരന, പുള്ളി പിന്നെ പിന്മാറിപ്പോയി, കഞ്ചാവായി വെള്ളമായി സെമിത്തേരിയില്ല കിടക്കുന്നത്, വലിയൊരു സെമിത്തേരി. അപ്പോൾ ഈ സെമിത്തേരിയുടെ ഉണ്ടെങ്കിൽ പുള്ളി വെളുപ്പാകാലം തുറന്ന് കഞ്ചാവ് വീടിയും പറിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ആളെ അറിയത്തില്ല, പറ്റ വെളുത്ത് വരുന്നേ ഉള്ളൂ. അതുവഴി ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി പോയപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ പുള്ളി പെട്ടെന്ന് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങി പുറത്തിരുന്നാൽ പറഞ്ഞു. അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ കുറച്ചു നേരം പുറത്തിരുന്നാൽ. കയറിപ്പോയ മനുഷ്യൻ അപ്പഴേ ഫ്ലാറ്റായി. ആ മനുഷ്യനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് വെളുപ്പിനെയാണ് ഞാൻ ഇറങ്ങി പുറത്തിരുന്നത്. ഇപ്പോൾ ചത്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാനൊക്കുവോ? ഇല്ല. അതുകൊണ്ട് എപ്പോഴും വേണ്ടി മനുഷ്യനെ കണ്ടാൽ മിണ്ടണം, സ്നേഹിക്കണം, ഉത്തരം പറയണം, ചിരിക്കണം, വേണ്ടേ? മറ്റൊരു സംഭവമുണ്ട്. കോവിഡ് സമയത്താണ് ഇത് നടന്ന കാര്യമാണ്. അപ്പം ഒരു പഞ്ചായത്ത് സെമിത്തേരി ഏരിയയായി അതുവഴി ആൾക്കാർ പോകുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. ഇതന്ന് നാട്ടിപ്പാട്ടായി. കോവിഡല്ലേ, നിശബ്ദയാണ്. സെമിത്തേരി പോകുന്നവരെല്ലാം വിളിക്കുക. ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ജെയിംസ് പാസ്റ്റർ, പുള്ളിക്കാരൻ ഭയങ്കര ഈ ആവേശക്കാരനാണ്. പുള്ളി എന്തോ ചെയ്യുന്നറിയോ? ബന്ധിക്കാം. പുള്ളി പ്രാർത്ഥിച്ചു, രക്തം ജയം പറഞ്ഞു സെമിത്തേരി കയറി ചെന്നു ആ ദുഷ്ടാത്മാവിനെ ബന്ധിക്കാൻ, മനുഷ്യനെ പേടിപ്പിക്കുന്ന ദുരാത്മാവിനെ. ചെന്നപ്പോൾ എന്താണെന്നറിയോ? റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോകും. എത്ര ദിവസം എല്ലാവരും പിടിപ്പിച്ച് എന്തെല്ലാം കഥയുണ്ടാക്കി പോയവരെല്ലാം റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോയത്. റോഡ് പൈപ്പിൽ വെള്ളം ചീറ്റുന്ന കണ്ടിട്ടില്ലേ? അതായിരുന്നു നാട്ടുകാരെ പേടിപ്പിച്ച് സെമിത്തേരിൽ എവിടെ നിന്ന് എന്തോ ചെയ്യാറ് ശൂന്ന് വിളിക്കുക. അപ്പം ചത്ത് കഴിഞ്ഞാൽ പിന്നെ വിളിക്കാനൊക്കെ ഒക്കത്തില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മിണ്ടിയും പറഞ്ഞും ഒക്കെ ജീവിക്കണം, വേണ്ടേ? അപ്പം ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. രണ്ടാമത്തെ മനുഷ്യനുള്ളൊരു കഴിവാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് വികാരങ്ങളല്ല, വിവേകമാണ്. ഈ മനുഷ്യനും മൃഗവും വികാരങ്ങളുടെ കാര്യത്തിൽ ഒരുപോലെ. പട്ടി നമ്മളെ കടിക്കുന്നത് ഭയം എന്ന വികാരം ഉണ്ടായിട്ടാണ്. ആണോ? പട്ടി കടിച്ചത് ധൈര്യം കൊണ്ടാണോ പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടാ. പട്ടിയെ കണ്ടപ്പോൾ ഓടിയത് എന്തുകൊണ്ടാണ്? പട്ടിയെ കണ്ടപ്പോൾ ഓടിയത് എന്തുകൊണ്ടാണ്? പേടി കൊണ്ടാണ്. അപ്പോൾ മനുഷ്യനും പേടി, മൃഗത്തിനും പേടി, എല്ലാത്തിനും പേടിയാണ്. മൃഗം കടിക്കുന്നതും ഭയം കൊണ്ടാണ്. പാമ്പ് കടിയേറ്റാൽ ചാകുന്നത് എന്തുകൊണ്ടാണ്? മക്കളെ, പാമ്പ് കടിക്കുമ്പോൾ ചത്തുപോകുന്നത് എന്തുകൊണ്ടാണ്? പേടിക്കണ്ട, ഭയം കൊണ്ടാണ്.
ചേരയ്ക്കാണോ മൂർഖനാണോ വിഷം? സമ്മതിച്ചേ? ചേരയ്ക്കാണോ മൂർഖനാണോ വിഷം? മൂർഖനാണ്. ആണോ? ഉറപ്പ്? ഉറപ്പ്? ചേരയും മൂർഖനും കൂടെ ബെറ്റ് വെച്ചു. മൂർഖൻ പറഞ്ഞ് എനിക്കാ വിഷം, അല്ല ചേര പറഞ്ഞ് എനിക്കാ വിഷം. മൂർഖൻ പറഞ്ഞ് തർക്കിക്കാനില്ല, പൊട്ടൻ, വെറുതെ സമയം കളയാതെ, എല്ലാവർക്കും അറിയാം എനിക്കാ വിഷം. ചേര വിടുന്നില്ല, ബെറ്റ് വെച്ചു. ബെറ്റ് ഇതായിരുന്നു, കണ്ടത്തം വരുമ്പത്ത് 2 പാമ്പും കൂടെ പോയി കിടക്കുക. ആദ്യം വരുന്ന ഒരാളെ മൂർഖം കടിക്കണം, രണ്ടാമത് വരുന്ന ആളെ ചേര കടിക്കണം. എന്ത് പറ്റും നോക്കും. സമ്മതിച്ചു. കണ്ടത്തം വരുമ്പത്ത് പോയി കിടന്നു. ഒരു മനുഷ്യൻ കപ്പയും കടിച്ച് വീട്ടിലോട്ട് പോവുക. അയാളെ മൂർഖം കൊത്തി. മൂർഖം തല വരച്ചു. ഇയാൾക്ക് എന്തോ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ചേര തല പൊക്കി നോക്കി ഇങ്ങനെ നിന്നു. അവിടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെ കണ്ടു? ചേര കണ്ടു. പന്ന ചേര കടിക്കാൻ കണ്ട സമയം. ഇനി അത്താഴം എങ്ങനെ കടിക്കും? അയാളൊന്ന് പോയി, ചത്തില്ല. രണ്ടാമത് വന്ന ആളെ ചേര കടിച്ചു. ചേര തല വലിച്ചു. ഇയാൾക്ക് വല്ലതും പറ്റുമെന്ന് അറിയാം. മൂർഖൻ തല പൊക്കി നോക്കി. അവിടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെ കണ്ടു? മൂർഖനെ കണ്ടു. മുമ്പോട്ട് വീണു. അപ്പുറം ചത്തുപോയി. ആർക്കാ വിഷം? ആർക്കാ വിഷം? ആർക്കാ വിഷം? ചേരയ്ക്ക. അപ്പം പാമ്പ് കടിച്ചതും ഭയം, ചത്തതും ഭയം. വികാരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്നാ ചോദിച്ചാൽ, മൃഗങ്ങൾക്ക് വികാരങ്ങളേ ഉള്ളൂ, എന്തില്ല? വിവേകമില്ല. എന്നാൽ മനുഷ്യർക്ക് എന്തുണ്ട്? വിവേകമുണ്ട്. മനുഷ്യർക്ക് എന്തുണ്ട്? വിവേകമുണ്ട്. അപ്പം ഈ വിവേകമാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യർക്ക് എന്തേ ഉള്ളൂ? വികാരങ്ങളേ ഉള്ളൂ. അതാണ് നമ്മൾ രാവിലെ പത്രം വായിക്കാൻ കൊള്ളാത്തത്. കാരണം എല്ലാം പീഡനത്തിൻ്റെ കഥ, എല്ലാം അക്കഥ ഇക്കഥ. ഒറ്റ കാര്യമാണ്, ഈ മനുഷ്യരെ നിയന്ത്രിക്കുന്ന എല്ലാം എന്താ? വികാരങ്ങളാണ്. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതാണ് മുഴുവൻ കേൾക്കുന്നത്. പാട്ടാണെ പോലും വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന പാട്ടുകളൊക്കെ പാടിയ ചിലതൊക്കെ അങ്ങനെ ക്രിമിനലാക്കി കളയുന്ന പോലെ, നിങ്ങൾ കട്ടച്ചോര് കൊണ്ട് തട്ടിച്ചെന്നൊക്കെ പറഞ്ഞ് ആവേശം സിനിമയിലെ പാട്ടൊക്കെ പിള്ളേർ പാടുമ്പോൾ കട്ടച്ചോര കൊണ്ട് സോഡ ശബ്ദം അങ്ങനെ കണ്ടതല്ലേ ഇല്ല അട്ടിച്ച് ഇതൊക്കെ പാടുമ്പോൾ ഒരു വല്ലാത്ത ആവേശമുണ്ട്. പാട്ടുകൾ പോലും ഇപ്പോൾ അപകടത്തിലേക്കാണ് പോകുന്നത്. പല പാട്ടുകളും അപകടകരമായ പാട്ടുകൾ. ഞാൻ നോക്കി ക്യാമ്പിലൊക്കെ പറയാറുണ്ട്, കാന്ന ചായയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ചെറുക്കൻ എന്താ പറഞ്ഞേ? പാടില്ല പാടില്ല, പാടേ നമ്മെ നമ്മൾ മറന്നൊന്നും ചെയ്തുകൂടാ. ചെറുക്കൻ പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ വീട്ടുകാരെ പറഞ്ഞ് എൻ്റെ കൂടെ നടങ്ങി വരരുത്. ഞാനൊരു ഇടേ ചെറുക്കൻ ചുമ്മാ വീട്ടിലെങ്ങനെ പോയിരിക്കും. പക്ഷേ നമ്മെ മറന്ന് നമ്മളൊന്നും ചെയ്യരുത്. റീമിക്സ് അടിച്ചു. അവൾ ചോദിച്ചു, ഞാനും വരട്ടെ കാട്ടിനുള്ളിൽ ആട് മേയ്ക്കാൻ. ഇവൻ പറഞ്ഞെന്നറിയാം, പോര് പിന്നാരെ. അപ്പോൾ ഇതെല്ലാം അപകടമാണ്. ഇന്ന് വികാരങ്ങളെ ഉദ്ദീപിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. എന്തിനെ ഉദ്ദീപിക്കുന്നില്ല? വിവേകത്തെ. അവിടെയാണ് വേദോസം വായിക്കേണ്ടത്, അവിടെയാണ് ദൈവവചനം കേൾക്കേണ്ടത്. ദൈവവചനം വായിക്കുമ്പോൾ അത് നമ്മുടെ വികാരങ്ങളെ അല്ല വളർത്തുക, നമ്മുടെ ദൈവമനുഷ്യനെ വളർത്തുക. അതുകൊണ്ടാണ് മൃഗപ്രായനായ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദൈവവചനം മുമ്പിൽ സമയം ചെലവഴിക്കപ്പെടേണ്ട ദിവസങ്ങളാണിത്. കാരണം എങ്കിൽ മാത്രമേ സമൂഹം രക്ഷപ്പെടത്തുള്ളൂ.